So welcome back to the channel. So നമ്മൾ നോക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗിന്റെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ന്റെ സിലബസ് പ്രകാരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് വന്നിട്ട് സ്കാൻലൈൻ പോളിഗൺ, ബൗണ്ടറി ഫില്ലിംഗ് ആൻഡ് ഫ്ലഡ് ഫില്ലിംഗ്. ഈ 3 പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതുപോലെ 2D ട്രാൻസ്ഫോർമേഷൻസ്, ട്രാൻസ്ലേഷൻ എന്താണ്, റൊട്ടേഷൻ, സ്കെയിലിംഗ്, റിഫ്ലക്ഷൻ ആൻഡ് ഷിയറിംഗ്, പിന്നെ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻസ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻസ്, ഹോമോജീനിയസ് കോർഡിനേറ്റ്സ്, ബേസിക് 3D ട്രാൻസ്ഫോർമേഷൻ. ഇത്രയുമാണ് സിലബസ് പ്രകാരം മൊഡ്യൂൾ 2ൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പാർട്ട് ബിയിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതവും അതുപോലെ 2D ട്രാൻസ്ഫോർമേഷൻ ബേസ് ആയിട്ടുള്ള ടോപ്പിക്സിലാണ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ മൊഡ്യൂൾ 2ൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, സോ നമുക്കിന്ന് പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതം നോക്കാം. സോ പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു പോളിഗൺ എന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. പോളിഗൺ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മാത്സിൽ. പോളിഗനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പോളിഗൺ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, കണക്റ്റഡ് ആയിരിക്കും, മോർ ദാൻ 2 സൈഡ്സ് കാണും. അങ്ങനെയുള്ള ഏതൊരു ജോമെട്രിക് ഷേപ്പിനെ നമുക്ക് എന്തെന്ന് ഡിഫൈൻ ചെയ്യാം? പോളിഗൺ എന്ന് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണ് നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. മോർ ദാൻ 2 സൈഡ്സ് ആണ്, 3 ഉണ്ട്. അതുമാത്രമല്ല കണക്റ്റഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന എല്ലാ ജോമെട്രിക്കൽ ഷേപ്സ് എന്താണ്? ഒരു പോളിഗൺ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു പോളിഗൺ ആണ്. ഈ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. ആ ഒരു 3 സൈഡുകൾ അല്ലെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ എന്തെന്ന് ജോമെട്രിക്കലി ഡിഫൈൻ ചെയ്യും? എഡ്ജ് എന്നും. ആ എഡ്ജസിന്റെ എൻഡ് പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ആ എൻഡ് പോയിന്റുകളെ നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യും? വെർട്ടെക്സ് എന്നും ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഈ യെല്ലോ കളറിൽ ഡോട്ട് ഇട്ടിരിക്കുന്നതാണ് വെർട്ടെക്സ്, അതുപോലെ അതാണ് എഡ്ജ്. സോ എഡ്ജിനെ നമുക്ക് ലൈൻ സെഗ്മെന്റുകളെ എഡ്ജ് എന്നും എൻഡ് പോയിന്റ്സ് ഓഫ് ദ എഡ്ജസിനെ വെർട്ടെക്സ് എന്നും ഡിഫൈൻ ചെയ്യാം. എന്താണ് എഡ്ജ്, എന്താണ് വെർട്ടെക്സ് എന്ന് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതത്തിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ടൈപ്സ് ഓഫ് പോളിഗൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സിമ്പിൾ കോൺവെക്സ് ഉണ്ട്, സിമ്പിൾ കോൺകേവ് ഉണ്ടാണ്. എന്താണ് കോൺകേവ്, എന്താണ് കോൺവെക്സ് എന്ന് പറയാം. അതായത് ഇവിടെ പടത്തിൽ കോൺകേവും കോൺവെക്സും കൊടുത്തിട്ടുണ്ട്. കോൺകേവ് എന്ന് പറയുന്നതും കോൺവെക്സ് എന്ന് പറയുന്നത് 2 പോളിഗൺസ് ആണ്. അതിൻ്റെ ആ ഒരു ഷേപ്പിലെ ഡിഫറൻസ് വരും. അതായത് ഇപ്പോൾ ഈ കോൺകേവിൻ്റെ അത് ഞാനൊരു സ്കാൻ ലൈൻ വരച്ചാൽ ആ സ്കാൻ ലൈനിൽ എവിടെ കൂടെ സ്കാൻ ലൈൻ വരച്ചാലും ആ സ്കാൻ ലൈനിൻ്റെ അകത്തെ ആ പോയിന്റ്സ് നിൽക്കത്തുള്ളൂ. സ്കാൻ ലൈൻ പോയിന്റ്സ് ഇൻസൈഡ് ദ പോളിഗൺ ആണെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും. കോൺകേവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ കൂടെ ഒരു സ്കാൻ ലൈൻ വരച്ചാൽ ആ സ്കാൻ ലൈനിൽ ഇടയ്ക്കുള്ള ഈ പോയിന്റ്സ് എവിടെയാണ്? ഔട്ട്സൈഡ് ദ പോളിഗൺ ആണല്ലേ. അങ്ങനെ ഔട്ട്സൈഡ് ദ പോളിഗൺ വരുന്നത് കോൺകേവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഈ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുള്ളത്. കോൺവെക്സും കോൺകേവ്. സ്കാൻ ലൈൻ വരയ്ക്കുമ്പോൾ ഈ സ്കാൻ ലൈനിലുള്ള പോയിന്റ്സ് ഇതിപ്പോൾ ഒരു സ്കാൻ ലൈൻ, ഈ സ്കാൻ ലൈനിൽ ഇടയ്ക്കുള്ളത് ഇത്രയും പോയിന്റ്സ്, ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള പോയിന്റ്സ് ഒക്കെ എന്താണ്? ഔട്ട്സൈഡ് ആണ് വരുന്നത് അല്ലേ. ഈ ഒരു ഫിഗർ നോക്കി, ഇവിടേക്ക് ഔട്ട്സൈഡ് ആണ് വരുന്നത്. അങ്ങനെ ഔട്ട്സൈഡ് വരികയാണെങ്കിൽ അത് കോൺകേവ് പോളിഗൺ എന്നും, എല്ലാ സ്കാൻ ലൈനിലെ എല്ലാ പോയിന്റ്സും ഇൻസൈഡ് ദ പോളിഗൺ തന്നെയാണ് ഫില്ല് ആവുന്നതെങ്കിൽ അത് കോൺകേവെക്സും ആയിരിക്കും. ഓക്കെ അല്ലേ? ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ്. നമുക്കിനി പോളിഗൺ ഫില്ലിങ്ങിലോട്ട് പോകാം. പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതമിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് കളറിംഗ് എവറി പിക്സൽ ദാറ്റ് കംസ് ഇൻസൈഡ് ദ പോളിഗൺ റീജിയൻ. അതായത് ഒരു പോളിഗണിൻ്റെ റീജിയനിൽ അകത്ത് വരുന്ന എല്ലാ പിക്സലും കളർ ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് ഫില്ലിംഗ് പോളിഗൺ അൽഗോറിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ബേസിക്കലി 3 ടെക്നിക്സാണ് പോളിഗൺ ഫില്ലിങ്ങിലുള്ളത്. ബൗണ്ടറി ഫിൽ മെത്തേഡ്, ഫ്ലഡ് ഫില്ല്, സ്കാൻ ലൈൻ ഫിൽ മെത്തേഡ്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ബൗണ്ടറി ഫിൽ മെത്തേഡ് എന്താണ്? ബൗണ്ടറി ഫിൽ മെത്തേഡ് സ്റ്റാർട്ട്സ് അറ്റ് എ pixel inside the polygon to be filled and paints the interior proceeding outwards towards the boundary. അതായത് ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു പോളിഗൺ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു പോളിഗൺ ഞാൻ എടുത്തിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു പിക്സലിൽ ഞാൻ ഒരു കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതായതിപ്പോൾ ഞാൻ യെല്ലോ ആണ് ഞാൻ അകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്ന കളർ. ഒരു സെർട്ടൺ പോയിന്റില്ല, നമ്മൾ സീഡ് പോയിന്റ് എന്ന് പറയും. ആ പോയിന്റ് നമ്മൾ സെർട്ടൺ ഒരു കളർ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ തൊട്ട് നൈബറിങ് ആയിട്ട് ഫിൽ നമ്മളിപ്പം 2 ഇൻപുട്ടായിട്ട് ഈ ഒരു മെത്തേഡിൽ കൊടുക്കുന്നത് ഒരു ഫിൽ കളറും ഒരു ബൗണ്ടറി കളറുമാണ്. ബൗണ്ടറി കളർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫിഗർ പ്രകാരം ഇവിടുത്തെ ബൗണ്ടറി കളർ എന്താണ്? ബ്ലൂ ആണ്. ഫിൽ ചെയ്യാൻ പോണ കളർ യെല്ലോ ആണ്. സോ ഫിൽ കളറും ബൗണ്ടറി കളറും ഈക്വൽ ആണോ ഈക്വൽ അല്ലേ എന്ന് നോക്കിയാണ് നൈബേഴ്സിന് ഫില്ല് ചെയ്ത് പോകുന്നത്. ഇത് ഡോട്ടായിട്ടായിരിക്കും ആദ്യം ഫില്ല് ആവും. അത് ഇങ്ങനെ ഫില്ലാവും. നൈബേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് നൈബറിലുള്ള എല്ലാ പിക്സലിലും കണ്ടീഷൻ നോക്കി ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് ലാസ്റ്റ് ബൗണ്ടറി എത്തുമ്പോൾ, ബൗണ്ടറി നമ്മൾ യെല്ലോ ആണല്ലോ, ബൗണ്ടറി ബ്ലൂ ആണല്ലോ, ബൗണ്ടറി എത്തുന്ന അവിടെ വരെ ഫുൾ ഫില്ലാവും. ഇതാണ് ബൗണ്ടറി ഫിൽ അൽഗോരിതം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതിനെയാണ് ബൗണ്ടറി ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ബൗണ്ടറി ഫില്ലിൽ തന്നെ നമുക്ക് 2 രീതിയിൽ ബൗണ്ടറി ഫില്ല് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ അൽഗോരിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ അൽഗോരിതത്തിൽ ഫില്ല് ചെയ്യുന്ന കളറും ബൗണ്ടറി കളറും ഡിഫറെൻ്റ് ആയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫിൽ കളറും ബൗണ്ടറി കളറും ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് നമുക്ക് 2 രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 4 കണക്റ്റഡ് പിക്സൽസ് ആയിട്ടും 8 കണക്റ്റഡ് പിക്സലുമായിട്ടാണ് 2 രീതിയായിട്ട് വരുന്നത്. എന്താണ് 4 കണക്റ്റഡ് പിക്സൽ എന്ന് പറയും? അതായത് ഇതിൻ്റെ ഫംഗ്ഷൻ 4 നൈബറിംഗ് പോയിൻറ്റ്സുമായിട്ടായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ദർ ആർ പിക്സൽ പൊസിഷൻസ് ദാറ്റ് ആർ ലെഫ്റ്റ്, റൈറ്റ്, ബിലോ ആൻഡ് കറണ്ട് പിക്സൽ ഏരിയ ഫില്ലഡ് ബൈ ദിസ് മെത്തേഡ് ആർ കോൾഡ് 4 കണക്റ്റഡ്. എന്തുകൊണ്ട് ഇത് 4 കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 4 കണക്റ്റഡിൻ്റെ ഡയഗ്രാം. അതായത് നടുക്കൊരു നമ്മൾ പറഞ്ഞൊരു സീഡ് പോയിന്റ് ഉണ്ടാവും. ഈ സീഡ് പോയിന്റിൻ്റെ റൈറ്റ്, ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം ഈ 4 നൈബറിംഗ് മാത്രമേ ഫില്ല് ചെയ്ത് പോകുന്ന മെത്തേഡാണ് 4 കണക്റ്റഡ് പിക്സൽ. അതുകൊണ്ടാണ് 4 നൈബറിംഗ് പോയിന്റ്സ് ആയിരിക്കും ഫില്ലാവുക. ഓക്കെ, ഇനി 8 കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് ഏരിയ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അതായത് ഒരു സീഡ് പോയിന്റ് ഉണ്ടാവും. സീഡ് പോയിന്റ് ടോപ്പും റൈറ്റും ലെഫ്റ്റും ബോട്ടവും ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ ഡയഗണൽ പിക്സൽസും എന്ത് ചെയ്യും? ഫില്ലാവും. ഓക്കെ, അതാണ് 8 കണക്റ്റഡ് പിക്സൽ. 2ൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. അൽഗോരിതം പഠിക്കണം, സൂചിച്ചിട്ടുള്ളൊരു ഇതാണ്. അൽഗോരിതം സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ബൗണ്ടറി കളർ നോട്ട് ഈക്വൽ ടു ബൗണ്ടറി കളർ, അല്ലെങ്കിൽ ഫിൽ കളർ നോട്ട് ഈക്വൽ അല്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കളർ, ഞാനിപ്പോൾ കൊടുക്കുന്ന കളർ പച്ചയാണ്, അത് ഫിൽ കളറും അല്ല, ബൗണ്ടറി കളറിന് നോട്ട് ഈക്വൽ അല്ലെങ്കിൽ ഫിൽ കളർ വെച്ച് ഫില്ല് ചെയ്താണ് പോകുന്നത്. ഓക്കെ അല്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ് 8 കണക്റ്റഡിലും വരുന്നത്. ഓക്കെ, 8 കണക്റ്റിൻ്റെ അൽഗോരിതം ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. നെക്സ്റ്റ് അൽഗോരിതം നോക്കാം, ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഫ്ലഡ് ഫിൽ അൽഗോരിതം മെയിനായിട്ട് ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സീഡ് പോയിന്റ് കാണും. ആ ഒരു പോളിഗണിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സീഡ് പോയിന്റ് കാണും. അതിൽ 4 കണക്റ്റഡ് അപ്രോച്ചസ് ഓർ 8 കണക്റ്റഡ് അപ്രോച്ചസ് ഈസ് യൂസ്ഡ് ടു ഫിൽ വിത്ത് സ്പെസിഫൈഡ് കളർ. നമുക്ക് ഈ ഒരു ഫ്ലഡ് ഫില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ഫില്ലുമായിട്ട് സിമിലർ ആണ്. ബട്ട് ഈ മെത്തേഡ് മോറായിട്ട് മൾട്ടിപ്പിൾ കളർ ബൗണ്ടറി ഫില്ലിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൗണ്ടറി ഫില്ല് പോലെ തന്നെയാണ് ഫ്ലഡ് ഫില്ല്. നമ്മൾ ഈ 8 കണക്റ്റഡ് അപ്രോച്ചൊക്കെ ഇതിലും ഉണ്ട്. പക്ഷെ നമ്മളൊരു സീഡ് പോയിന്റും വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത മോർ സ്യൂട്ടബിൾ ഫോർ ഫില്ലിങ് മൾട്ടിപ്പിൾ കളർ ബൗണ്ടറീസിന് മോർ സ്യൂട്ടബിൾ ആയിരിക്കും. എൻ്റെ വർക്കിംഗ് നോക്കി ഇതെങ്ങനെയാണ് വർക്കിംഗ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 കണക്റ്റഡ് ആണെങ്കിലും 8 കണക്റ്റഡ് ആയിട്ടില്ലായാലും എങ്ങനെ വർക്കാവും. ഒരു 4 കണക്റ്റഡിൻ്റെ ഫ്ലഡ് കളർ തന്നിട്ടുണ്ട്. ഫ്ലഡ് ഫില്ലിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതും എന്ന് പറയുന്ന ബൗണ്ടറി ഫില്ല് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തില്ല, ബൗണ്ടറി കളർ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ആകെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് XY, അത് നമ്മുടെ സീഡ് പോയിന്റ്, പിന്നെ ഫിൽ കളറും ഓൾഡ് കളറും. ഓക്കെ, ഏത് കളറാണോ ഫില്ല് ചെയ്യാനുള്ള ഓൾഡ് കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന കളറ് ഓൾഡ് കളറുമായിട്ട് നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ട് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഫിൽ കളർ വെച്ചായിരിക്കും സെറ്റ് പിക്സൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് 4 കണക്റ്റഡ് ആണ്, അറിയാമല്ലോ 4 കണക്റ്റഡ് എങ്ങനെയാണ്. ഇങ്ങനെ നോക്കി 4 കണക്റ്റഡ് ആയിട്ട് ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ് ഫില്ല് ചെയ്ത് പോകും. ഇനി 8 കളറിലും അതേപോലെ തന്നെയാണ്, കുറച്ചും കൂടെ വൈഡ് ഏരിയ ആയിട്ട് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ.